നവംബർ 1 കൂടി കേരളം 60ാം പിറന്നാൾ ആഘോഷിക്കാൻ പോവാണ്. ഷഷ്ടിപൂർത്തി, കേരളത്തിന്റെ ഷഷ്ടിപൂർത്തിയാണ് ഈ നവംബർ 1 വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതും അവർ മലമൂത്ര വിസർജനം പുറത്ത് നടത്തുന്നു എന്നുള്ളതും നമുക്ക് നാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യത്തെ നേരിടേണ്ടത്. അപ്പൊ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് മീറ്റിംഗ്സും ഒരുപാട് കാര്യങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞു. ഈ ഒരു വിഷയവും ഇതിന്റെ പ്രോഗ്രസും ഡെയിലി ലെവലിൽ ട്രിവാൻഡ്രത്ത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാബിനറ്റിലും ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രായോഗികമായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കുറെ ഡിഫിക്കൽട്ടീസ് എല്ലാം നമ്മൾ പരിഹരിച്ച് വരികയാണ്. ഈ യോഗത്തിന്റെ പ്രമുഖമായ ഉദ്ദേശത്തെ കുറിച്ച് ജില്ലാ കളക്ടറുടെ ആമുഖ വാക്കുകളിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഈ യജ്ഞത്തെക്കുറിച്ച് നിങ്ങളെല്ലാം ഒരുപോലെ ബോധവാന്മാരാണ് എന്നുകൊണ്ട് ഒരു ദീർഘമേറിയ ഒരു വിശദീകരണമോ മുഖവരിയോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ഉപരിതലങ്ങളിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇന്ന് അനിപേക്ഷണീയമായി സ്വീകരിക്കപ്പെട്ട ഒരു മഹായജ്ഞത്തിനാണ് നമ്മൾ ഒരു തീവ്രയുദ്ധ പരിപാടി ആരംഭിക്കുന്നത്. ശൗചാലയ നിർമ്മാണം അത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇനി നമുക്ക് നിർവഹിച്ചേ പറ്റൂ എന്ന് നമുക്കെല്ലാം ഒരുപോലെ അറിയാം. നമ്മുടെ ജില്ലയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ നമ്മൾ ജില്ലയിലുള്ള ജനപ്രതിനിധികളായ പഞ്ചായത്ത് തലം തൊട്ടുള്ള പ്രതിനിധികളാണ്, ഉദ്യോഗസ്ഥ പ്രമുഖന്മാരൊക്കെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കാര്യത്തിൽ നമ്മുടെ ജില്ല, ഇടുക്കി ജില്ല, വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ല കൂടി. ഇത് ദേശീയാടിസ്ഥാനത്തിൽ തന്നെ ശുചീകരണ പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ടത് നിങ്ങൾക്കറിയും. നമ്മുടെ സംസ്ഥാനത്ത് സാക്ഷരത കാര്യത്തിലും ആരോഗ്യ പരിപാലന കാര്യത്തിലും ശുചിത്വ ബോധത്തിലും മുൻപ് നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിലും ഇനി വേറെ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കേരളത്തിലെ വിജയമായ നവംബർ 1 മുമ്പ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള എല്ലാ വീടുകളിലും ശൗചാലയങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഒരു യജ്ഞമാക്കി മാറ്റി അത് സമ്പൂർണ്ണമായി പ്രാവർത്തികമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് നീങ്ങേണ്ടതായി. ആ ചടങ്ങ് ദേശീയ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിർവഹിക്കണമെന്നാണ് ധാരണകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ ഭാഗികമായി നിൽക്കുന്നത് ആവശ്യകത നിൽക്കുന്ന സ്ഥാനത്ത് ഈ കാലം നിൽക്കുന്ന ജില്ലയെ